നമ്മൾ കേരള സ്റ്റൈല് കുക്കിങ്ങിൽ നമ്മൾ കൂടുതലും കറിവേപ്പിൻ്റെ ഇല ഉപയോഗിക്കില്ലേ? ഏത് കറിയിലാണെങ്കിലും മിക്ക ഇതിലും നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. എനിക്ക് പ്രത്യേകിച്ചിട്ടോ, എനിക്ക് എല്ലാത്തിലും കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല ഇട്ടില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ കറിവേപ്പിൻ്റെ തൈയൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് തന്നെ എപ്പോഴും പോയി എടുക്കാമല്ലോ. പിന്നെ അതേപോലെ നമുക്ക് കൂടുതൽ കറിവേപ്പിൻ്റെ ഇല കിട്ടുമ്പോൾ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാളിത് ഒരു കേടും വരാതെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഇതേപോലെ എവിടെന്നെങ്കിലും നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ അങ്ങനെയൊക്കെ കിട്ടില്ല. ഇത് തറവാട്ടിൽ നിന്നാണ് കേട്ടോ, കാകൻ്റെ തറവാട്ടിൽ നിന്നാണ്. അവിടെ ഉണ്ട്. അപ്പം ഉമ്മ മരിച്ചു പോയി, അപ്പം ഉമ്മ ഉണ്ടാക്കിയ ഒരു കറിവേപ്പിൻ്റെ മരമാണ് കേട്ടോ. അപ്പോൾ ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവും അത് കാണുമ്പോൾ. അപ്പോൾ അത് അവിടുന്ന് കുറച്ച് പറിച്ച് കൊണ്ടുവന്നാണ് ഇളയച്ചി കുറച്ച് പറിച്ചെന്ന്. പിന്നെ പറിച്ചെടുക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് അതേപോലെ ആ മേൽഭാഗം ഉണ്ടല്ലോ, ആ ഒരു തൂമ്പ് പോലത്തെ അങ്ങനത്തെ പറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അല്ലാതെ എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. എനിക്കറിയുന്ന ഒരു ടിപ്പാണ് ഞാനിതിൽ പറയുന്നത്. പിന്നെ അത് അതേപോലെ അതൊക്കെ ഒടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഒരു കുപ്പിയിലോ ഒരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ ഈ കറിവേപ്പിൻ്റെ ഇല തണ്ടോട് കൂടി ഇങ്ങനെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഒരു കേടും വരാതെ ഫ്രഷോട് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ തണ്ടോട് കൂടി തന്നെ എടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി ചുറ്റി നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ആക്കിയിട്ട് ഏത് ക്ലോത്ത് ആയാലും വേണ്ടിയില്ല, കോട്ടൻ്റെ ക്ലോത്താണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതെടുത്തിട്ട് അതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ ഈ സിപ്പിലോ കവറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കിട്ടും കേട്ടോ, കേടാവാതെ. കുറേ എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസമൊക്കെ എന്തായാലും കിട്ടും. ഞാനങ്ങനെ കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഒരു കുറച്ചധികം ഉള്ളതിനോണ്ട് ഞാൻ വേറൊരു ക്ലോത്തും കൂടി എടുത്താണ്. ഇത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ്, ഞാൻ ഉപയോഗിക്കാത്തതാണ്. പിന്നെ അതൊരു കോട്ടൻ്റെ ക്ലോത്താണ്. നമുക്കിഷ്ടമുള്ള ഇതിൽ വെക്കാം കേട്ടോ. നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഈ കറിവേപ്പിൻ്റെ സ്റ്റോർ ചെയ്യുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും നമുക്ക് എവിടുന്നെങ്കിലും നാടൻ കറിവേപ്പിൻ്റെ കിട്ടുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണല്ലോ. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല കാണുന്നവർക്കും അതൊരു ഉപകാരപ്പെടും. ഇങ്ങനെ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ 2-3 ക്ലോത്തിൽ ഇതേപോലെ ചുറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ക്ലോത്ത് വേണം തന്നെയല്ല, അതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് വാഴേൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇതേപോലെ നമ്മൾ ഈ കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കവറിലേക്ക് നേരിട്ടിട്ട് വെച്ചാലും കുറച്ചൊക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് അധികം നാൾ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരുന്നത്. കൂടുതലും ഞാൻ കുറച്ചധികമൊക്കെ കറിവേപ്പിൻ്റെ ഇല തറവാട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരൽ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്, ഒരു മരമാണെങ്കിലും കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.